ഹായ്, എല്ലാവർക്കും നമസ്കാരം. മഞ്ജു ടാരോ ഇൻസൈറ്റിലേക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും ഇടയിലുള്ള കറണ്ട് സിറ്റുവേഷനാണ്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകുന്നതല്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമ്മൾ ആദ്യം നോക്കുന്ന പേഴ്സൻ്റെ ഫീലിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്കൊപ്പം വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരാളായിട്ട് കാണാൻ കഴിയുന്നു. വളരെയധികം സന്തോഷം, സംതൃപ്തി അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി വളരെ ചിന്താക്കുഴപ്പത്തിൽ ഉള്ള ഒരാളായിട്ട് കാണാൻ കഴിയുന്നു. ഒരു തീരുമാനമെടുക്കാത്ത തരത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ വ്യക്തി ഇപ്പോൾ എന്തോ മുന്നോട്ട് പോകാൻ തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനാണെങ്കിൽ അവിടെ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ എന്തോ ഒരു പൊരുത്തമില്ലായ്മ, അവരിടയിൽ ഒരു രഹസ്യ സ്വഭാവം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അവരിടയിൽ ഒന്നും തുറന്നു പറയാതെ മറച്ചു വയ്ക്കുന്ന സ്വഭാവം ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടൊപ്പം അല്ലാതെ മറ്റൊരു ബന്ധം ഇവിടെ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കണക്ക് സാമ്പത്തികം ഒന്നും കിട്ടാത്ത ഒരവസ്ഥയുള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അങ്ങനെ തേർഡ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നതായിട്ടാണ് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിക്കാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉള്ളതായിട്ട് കാണുന്നു. അതിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഏത് എടുക്കണം എന്ന് അറിയാമേത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അതാണ് അവിടെ ആദ്യം മുന്നോട്ട് പോകുന്നതായിട്ട് ഒരു മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നതായിട്ടുള്ള കാണിക്കുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു കാർഡ് വരാനുള്ള കാരണം. അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഒരു ഉറക്കമില്ലാത്ത ഒരു ആൻസൈറ്റി ഫീലിംഗ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നത്തെയാണ് ആ ഒരു ഉറക്കമില്ലായ്മ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി പിന്നീട് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. താങ്ക് യു.